സ്വാതി, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭീകരന്മാരെ ഒരു പരിധിവരെയെങ്കിലും കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള സാധ്യത വളരെ വലുതാണ്. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ടാർഗറ്റിൽ നിന്ന് അവർക്ക് ഒഴിവാകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അവരേത് മാളത്തിൽ ഒളിപ്പിച്ചാലും അവരെ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാതി, പിന്നാലെ ഉണ്ടായിട്ടുള്ള മിസൈൽ ആക്രമണം, ഇന്ത്യൻ സേനയുടെ സംയുക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം തെളിയിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങളോട് ഏതു തരത്തിലാണ് ഇന്ത്യ നിലപാട് സ്വീകരിക്കുന്നത്, അതോടൊപ്പം ഈ ആക്രമണത്തിന് പിന്നാലെ എത്തരത്തിലാണ് നിലപാടുകൾ കടുപ്പിക്കുന്നത് എന്നതിന് വ്യക്തമാണ് ഇത്തരത്തിലൊരു മിസൈൽ ആക്രമണം. പുലർച്ചെ 1:44 നടത്തിയ മിസൈൽ ആക്രമണം അത്തരത്തിൽ തന്നെയാണ് നോക്കിക്കാണേണ്ടത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാന് ഇത്തരത്തിൽ നേരത്തെ മുന്നറിയിപ്പുകൾ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭീകരരുടെ കേന്ദ്രം ഇത്രയും പെട്ടെന്ന് ആക്രമിക്കപ്പെടുമോ എന്നുള്ളതിൽ ഒരു ആശങ്കയും ഇപ്പോൾ നിലവിൽ വിവിധ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ചില ആശങ്കകൾ കൂടി ഉയരുന്ന സാഹചര്യമുണ്ട്. അവരിപ്പോൾ ഈ ആക്രമണത്തിന് പിന്നാലെ പറയുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ പറയുന്നത്, അവകാശവാദം ഉന്നയിക്കുന്നത് ഇതിൽ മറ്റ് സിവിലിയൻസ് ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലേക്കുള്ള അവകാശവാദമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നത്. എന്നാൽ ഇതിനെ ഒന്നും ഒരു അടിസ്ഥാനം ഇല്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരും സൈന്യവും സൂചിപ്പിക്കുന്നത്. കൃത്യമായും ഭീകരരുടെ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആക്രമണമാണ് എന്ന് ഇന്ത്യൻ സർക്കാരും അതോടൊപ്പം തന്നെ സൈന്യവും ഊന്നി പറയുന്നുണ്ട്. ഇന്ത്യ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പുറപ്പെടുവിച്ചിട്ടുള്ള കുറിപ്പിലടക്കം അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ സൈനിക കേന്ദ്രങ്ങളോ അതോടൊപ്പം സിവിലിയൻസിനെയോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമല്ല ഈ മിസൈൽ ആക്രമണമെന്ന് ഇന്ത്യൻ സേന വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായ ഒരു 10 മണിയോടുകൂടി വരും. ഒരു സംയുക്തമായി തന്നെ നടത്തുന്ന വാർത്താ സമ്മേളനമുണ്ട്. അതിനുശേഷമുള്ള സെക്യൂരിറ്റി കൗൺസിൽ യോഗമുണ്ട്, കേന്ദ്ര മന്ത്രിസഭാ യോഗമുണ്ട്. മാത്രമല്ല എല്ലാ മേധാവികളുമായും നടത്തുന്ന പ്രത്യേക കൂടിക്കാഴ്ചകളും വിശദീകരണ യോഗങ്ങളും അടക്കം ഇന്ന് ചേരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെയും ഫലമായി ഏത് തരത്തിലാണ് ഇനി മുന്നോട്ട് പോകുന്നത്, മാത്രമല്ല എത്ര പേർ ഇതിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അതായത് ഈ മിസൈൽ ആക്രമണത്തിലൂടെ എത്ര പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്, അതിൽ ഈ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ളവരുടെ കേന്ദ്രമടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലഷ്കർ ഇ തൊയ്ബ ഭീകരന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ടോ, അത്തരത്തിൽ അവരെ ആക്രമിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിരവധിയായിട്ടുള്ള അവകാശവാദം പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട് എങ്കിലും ഇനി നടക്കുന്ന ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരും സൈന്യവും പുറപ്പെടുവിക്കുന്ന സൂചനകളും അവർ നൽകുന്ന സ്ഥിരീകരണങ്ങളിലൂടെ മാത്രമേ ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളുന്ന സമീപനം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. കൃത്യമായ സ്ഥാനത്തേക്കാണ് മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഒരു സാധാരണ പൗരന്മാരെയും ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യം ഇന്ത്യക്കില്ല. അത്തരത്തിൽ ബോധപൂർവമായി നടത്തിയ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടെ നടത്തിയ ആക്രമണമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഷ്കർ ഇ തൊയ്ബ അതോടൊപ്പം തന്നെ മറ്റ് ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾ, അവർക്ക് റിക്രൂട്ട്മെന്റ് നൽകുന്ന, അവരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉന്നതരായിട്ടുള്ള ഭീകരരെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നടത്തിയ ആക്രമണമാണ്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ പെഹൽഗാമിന്റെ ആക്രമണത്തിൽ 10-26ഓളം പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ, അതും നിരപരാധികളായിട്ടുള്ള ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ, വിദേശികൾ അടക്കം കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഈ പെഹൽഗാമിൽ വന്ന് വിനോദസഞ്ചാര മേഖലയിൽ കയറിയുള്ള ആക്രമണം നടത്തിയ ഒരു ഭീകരരെയും വെറുതെ വിടില്ല എന്ന് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം സൈന്യം പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിൽ വലിയ സുരക്ഷാ സന്നാഹത്തോടെ വലിയ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഇതിനോടകം ഇന്ത്യൻ സേനയും കേന്ദ്ര സർക്കാരും നടത്തിവരികയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു മിസൈൽ ആക്രമണം പുലർച്ചയോടുകൂടി ഏകദേശം 1:44 അത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ 9 ഇടങ്ങളും എന്ന് പറയുന്നത് കൃത്യമായും ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളാണ് എന്ന് ഇന്ത്യൻ സേന ഉറപ്പിച്ചു പറയുകയാണ്. അത്തരത്തിൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനി വരുമ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം
ഈ ആക്രമണം ഉണ്ടായതിന് മിസൈൽ ആക്രമണത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ പാക് നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഷെൽഫ് ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും അതിനെ ഇന്ത്യൻ സൈന്യം നേരിടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ അതിർത്തി മേഖലകളിലുള്ളത്. കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്ന നീക്കങ്ങൾ, അതോടൊപ്പം തന്നെ അതിനെ ഏതു തരത്തിൽ പ്രതിരോധിക്കാമെന്ന ഇപ്പോൾ പാകിസ്ഥാനും ഇതിനോടകം തന്നെയും ആലോചനകൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു. തിരിച്ചൊരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള എന്തായാലും പ്രതീക്ഷയും അതോടൊപ്പം തന്നെ തിരിച്ചൊരു ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇന്ത്യക്കും ഇതിനോടകം ഉണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഇന്ത്യയും സ്വീകരിക്കുന്നത്. എന്തായാലും ഈ ഉപദേഷ്ടാക്കളോടും അതോടൊപ്പം തന്നെയും ഈ ഓരോ സേനയുടെ മേധാവികളുമായും ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ചയും അതോടൊപ്പം ഫോൺ സംഭാഷണവും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. അവരുമായി നിലവിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് എന്ന് വിലയിരുത്തുകയും ഏത് നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്നുള്ളതടക്കമുള്ള നിർണായകമായിട്ടുള്ള സംഭാഷണങ്ങളാണ് ഇവരുമായി നടക്കുന്നത്. അത്തരത്തിൽ പല വിശദീകരണങ്ങളും കൂടിക്കാഴ്ചകളും ഒക്കെയും അടുത്ത ഘട്ടത്തിലും നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 10 മണിയോടുകൂടിയുള്ള വാർത്താ സമ്മേളനത്തിലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകും. എന്തായാലും രാജ്യത്ത് കനത്ത ജാഗ്രതയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തന്നെയും മറ്റ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ സ്കൂളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഒരു വാർത്ത, ഈ മസൂദ് അസറിൻ്റെ സുരക്ഷ വലിയ തോതിൽ പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഈ മസൂദ് അസർ മുംബൈ ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന തീവ്രവാദിയാണ്. അയാൾക്കുള്ള സുരക്ഷ പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. ഇന്നിപ്പോൾ വരുന്ന വാർത്ത അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മസൂദ് അസറിൻ്റെ തീവ്രവാദ പരിശീലന കേന്ദ്രമായിട്ടുള്ള മദ്രസയിൽ തന്നെ ഇന്ത്യയുടെ മിസൈൽ വീണിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 18 ഏക്കർ സ്ഥലത്ത് ഉള്ള ഇയാളുടെ ആ മദ്രസ, അവിടെയാണ് ഏറ്റവും അധികം ഭീകര പരിശീലനം നടക്കുന്നത്. ആ കേന്ദ്രത്തിൽ ഇന്ത്യ ഈ തീവ്രവാദ കേന്ദ്രത്തിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മുർദിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഭീകര പരിശീലന കേന്ദ്രം നടക്കുന്നത്. അവിടെ നിന്നാണ് ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക്, ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് തീവ്രവാദികളെയും മയക്കുമരുന്നും അടക്കമുള്ള സാധനങ്ങൾ കയറ്റിവിടുന്നതിൻ്റെ പ്രധാന സ്രോതസ്സായി നിൽക്കുന്ന കേന്ദ്രത്തിൽ തന്നെ നമ്മൾക്ക് പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അവിടെ എത്രമാത്രം ഭീകരന്മാർ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമല്ല. കാരണം തീർച്ചയായും അവർ ഇന്ത്യയുടെ പ്രത്യാക്രമണം പ്രതീക്ഷിച്ചിരിക്കാം. പക്ഷേ എന്തായാലും ആ കേന്ദ്രം തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. സ്വാതി, ഷമി, അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട മേഖലകൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഈ 9 ഇടങ്ങൾ എന്ന് പറയുന്നത് ലഷ്കർ ഇ തൊയ്ബ അതോടൊപ്പം ഭീകരവാദികളുമായി ബന്ധപ്പെട്ട ഉന്നത നേതാക്കളുടെ കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ആക്രമണത്തിൻ്റെ വ്യാപ്തി സംബന്ധിച്ച് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ മസൂർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കേന്ദ്രങ്ങൾ തന്നെയാണോ ആക്രമണം നടത്തിയിട്ടുള്ളത്, അതിൽ കൃത്യമായും അത് സംബന്ധിച്ച വിശദാംശങ്ങൾ കുറച്ചുകൂടി കാത്തിരുന്ന മാത്രമേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. എന്നിരുന്നാലും ഈ വരുന്ന സൂചനകൾ അനുസരിച്ച് ഈ അക്രമികളുടെയും പ്രത്യേകിച്ചും ഈ ലഷ്കർ ഇ തൊയ്ബ ബന്ധമുള്ള ഉന്നത ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് ഇപ്പോൾ സൈന്യം പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമാകാതെ, അതായത് ആദ്യം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെയും വരുന്നില്ല. മറ്റ് ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃത്തങ്ങൾ, സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മളിപ്പോൾ ഓരോ വിവരങ്ങളും പറഞ്ഞു പോകുന്നത്. മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന മറ്റ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് വരണം. ആരൊക്കെയാണ് ഇതിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്, ആരുടെയൊക്കെ കേന്ദ്രങ്ങളിലേക്കാണ് കൃത്യമായും ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ പേരുകൾ ഉൾപ്പെടെ, അതായത് ഈ ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഭീകരരുടെ പേരുകളും അതോടൊപ്പം അവരെയെല്ലാം ആക്രമിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഈ 9 ഇടങ്ങൾ സംബന്ധിച്ച് ഒന്നുകൂടി പരിശോധിക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മർസുബാൻ അള്ളാഹ്
അള്ളാഹ് എന്ന് പറയുന്ന ബഹവൽപൂരിലെ ക്യാമ്പാണ് രണ്ടാമത്തത് LET ക്യാമ്പായിട്ടുള്ള മുരടിക്കയാണ്. മൂന്നാമത് ഗുൽപൂർ എന്ന് പറയുന്ന ലഷ്കർ ഇ തൊയ്ബ ക്യാമ്പാണ്. 4 LET ക്യാമ്പ് തന്നെയായിട്ടുള്ള സവായിയാണ്. ബിലാൽ ക്യാമ്പ് ജെയ്ഷെ ലോഞ്ച് പാഡുള്ള ബിലാൽ ക്യാമ്പാണ്. അതോടൊപ്പം മറ്റ് നിരവധി കേന്ദ്രങ്ങൾ, അങ്ങനെ 9 കേന്ദ്രങ്ങളിൽ നടത്തിയുള്ള ആക്രമണം. അതിൽ കൂടുതലായും പറയുന്നത് ഈ ലഷ്കർ ഇ തൊയ്ബ ബന്ധം തന്നെ ആരോപിക്കുന്ന അവരുടെ കേന്ദ്രങ്ങളെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ പുൽവാമ അടക്കമുള്ള ആക്രമണത്തിൽ പങ്കാളികളായിട്ടുള്ള ചില ഭീകരരും അവരുടെ കേന്ദ്രങ്ങളും ഇതുമായി ബന്ധപ്പെടുന്നുണ്ട്, ഈ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. അത് സംബന്ധിച്ചും കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയുടെ ഔദ്യോഗിക കുറിപ്പനുസരിച്ചിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇത്തരം കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തന്നെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിട്ടുള്ളത്. വ്യോമ നാവിക അതോടൊപ്പം കരസേനയുടെ സംയുക്തമായിട്ടുള്ള ആക്രമണത്തിൽ നിരവധിയായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ ലക്ഷ്യം വെക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് അതോടൊപ്പം സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ തങ്ങൾ ലക്ഷ്യം വെച്ചിരുന്ന കേന്ദ്രങ്ങളിൽ വിജയകരമായി ആണ് ഈ ആക്രമണം നടത്തിയത്. അതിന് എല്ലാ മേധാവികളോടും അതോടൊപ്പം സൈന്യത്തിനും നന്ദി അറിയിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനോടകം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പിഴവുകളും ഈ ആക്രമണത്തിൽ ഉണ്ടായിട്ടില്ല. കൃത്യമായ ലക്ഷ്യബോധത്തോടെ തന്നെ നടത്തിയ ആക്രമണമാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാനിലെ സാധാരണ പൗരന്മാരെ ഒന്നും ബാധിക്കാത്ത തരത്തിലേക്ക് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായും ഭീകര വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തിയ ആക്രമണം തന്നെയാണ് ഈ മിസൈൽ ആക്രമണം എന്ന് നിരവധിയായിട്ടുള്ള നേതാക്കൾ അതോടൊപ്പം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ, സൈന്യം ഒക്കെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ സേനാ മേധാവികളുമായി എന്തായാലും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചകളുടെയും കൂടിയാലോചനകളുടെയും ഒക്കെയും ഫലം എന്ന നിലയിൽ അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ സംബന്ധിച്ച വിശദീകരണം എന്തായാലും ഈ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷമുള്ള സെക്യൂരിറ്റി കൗൺസിൽ യോഗം അതോടൊപ്പം തന്നെ വരുന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം എല്ലാം ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. മോക്ക് ഡ്രില്ലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ രാജ്യവ്യാപകമായി നടത്തുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു മിസൈൽ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയിലേക്ക് തന്നെ രാജ്യവും അതോടൊപ്പം രാജ്യം പോകുമ്പോൾ അതിർത്തി പ്രദേശങ്ങളാണ് കൂടുതലും നിർണായകമായി ഉള്ളത്. ഈ സംഘർഷം രൂക്ഷമായി തുടരുന്ന അതിർത്തി പ്രദേശങ്ങളിൽ ഏത് തരത്തിൽ സുരക്ഷാ സേനയ്ക്ക് ഇനി കൂടുതൽ ശക്തമാക്കാൻ കഴിയും, ഏത് തരത്തിൽ ഇപ്പോൾ ആയുധശേഖരമാണെങ്കിൽ അത്തരത്തിൽ ഏത് നടപടികളാണ് സ്വീകരിക്കേണ്ടത്, രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഒക്കെയും വിവരങ്ങളൊക്കെയും നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു കൃത്യമായ നടപടിയിലേക്ക് സൈന്യം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് ചില വിവരങ്ങൾ കൂടി വരുമ്പോൾ ഈ വ്യോമസേനയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ നിലവിലുള്ള എല്ലാ പൈലറ്റുമാരും ഈ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതായത് ഈ മിസൈൽ ആക്രമണത്തിൽ പങ്കുവഹിക്കുന്നതിൽ കൃത്യമായും ഈ പൈലറ്റുമാരടക്കം രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ള അഭിമാനകരമായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഇന്ത്യക്ക് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ തിരിച്ചടിക്കുവാൻ ഈ സൈന്യം ഒട്ടാകെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തുമ്പോൾ പൈലറ്റുമാരും ഈ ആക്രമണത്തിൻ്റെയും അല്ലെങ്കിൽ തിരിച്ചടിക്ക് കൂടെ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ഈ ആക്രമണത്തെ സംബന്ധിച്ച് കൃത്യമായ വിവരം ഇപ്പോൾ സൈന്യവും അതോടൊപ്പം കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും തരുന്നതനുസരിച്ച് ഭീകരരെ ലക്ഷ്യം വെച്ച് മാത്രമാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതിൽ വളരെ കൃത്യതയോടെ തന്നെയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് രാജ്യം കൂടുതൽ ജാഗ്രതയിലേക്ക് പോകുന്ന ഘട്ടങ്ങളാണ് ഷമ്മി.